ഇപ്പോൾ ADGP S. ശ്രീജിത്ത് ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ കൊടിമരത്തിന് ചുവട്ടിൽ ഉണ്ട്. സർ, ഇപ്രാവശ്യം സുരക്ഷയൊക്കെ വളരെ ശക്തമാണല്ലോ. ഏറ്റവും വലിയ ആശങ്കയുള്ളത് ഇത്രയും തീർത്ഥാടകർ ഒരുമിച്ച് മലയിറങ്ങുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? മല ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വ്യക്തമായ 2 വഴികൾ അവർക്ക് മാർക്കറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ വേറെ വഴിക്ക് പോകാതിരിക്കാനായിട്ട് ബാരിക്കേഡും പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്ലൈ ഓവർ വഴിയും മറ്റേത് നമ്മുടെ ബെയിലി പാലം വഴിയാണ്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരുമുറ്റവും നടപ്പന്തലും കഴിഞ്ഞ് അവർക്ക് ഇറങ്ങാനും പിന്നെ തുടർന്ന് നടന്നു പോകാനും സാധിക്കും. അവരോടുള്ള അഭ്യർത്ഥന ധൃതി കൂട്ടാതെ എന്നാൽ സാമാന്യം വേഗം നടന്നു തന്നെ അവർ പോകണം. ധൃതി കൂട്ടരുത്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും എല്ലാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം പോകാൻ. പമ്പയിലെത്തുമ്പോൾ അവരെ കൊണ്ടുപോകാനായിട്ടുള്ള ബസ്സുകളുടെ ഒരു ഫ്ലീറ്റ് തന്നെ തയ്യാറായി കിടപ്പുണ്ട്. അതിൽ കൃത്യമായി കയറുകയും അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം യാത്ര തിരിച്ച് എത്രയും പെട്ടെന്ന് സ്വവസതികളിൽ സ്വലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിപ്പെടാനായിട്ടുള്ള ഒരു വ്യഗ്രത കാണിക്കണം. ഇവിടെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നിന്ന് സമയം കളയരുത്. 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഉണ്ടെന്നാണ് ഒരു പ്രാഥമിക കണക്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ മകരജ്യോതി ദർശനം ഏതാനും കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഭക്തർ നിൽക്കുമ്പോൾ എല്ലായിടങ്ങളിലും നിരീക്ഷണമുണ്ടല്ലോ, നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. എല്ലായിടങ്ങളിലും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 1440-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെയുമുണ്ട്. അപ്പം സുരക്ഷയ്ക്ക് എണ്ണം കൊണ്ട് കുറവൊന്നുമില്ല, വിന്യാസം മതിയായ രീതിയിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത അനിയന്ത്രിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണം, ശ്രദ്ധിക്കണം. ആ ഒരു അഭ്യർത്ഥന നിങ്ങൾ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളടുത്ത് എത്തിക്കണം. ഇപ്പോൾ 40,000 മാത്രമാണല്ലോ വിർച്വൽ ക്യൂ വഴിയുള്ള ഭക്തരുടെ എണ്ണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ ഭക്തരുടെ തിരക്ക് അങ്ങ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ക്രമമായിട്ട് തന്നെയാണ് പോകുന്നത്. അതിനകത്തൊന്നും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ ഓൾറെഡി തങ്ങി ഈ ജ്യോതി കാണാൻ വേണ്ടിയിട്ട് പലയിടത്തുമായിട്ട് തങ്ങി നിൽക്കുന്ന ആൾക്കാർ ഭംഗിയായിട്ട് ജ്യോതി ദർശനം കഴിഞ്ഞ് പോകുന്നതാണ് നമ്മുടെ യഥാർത്ഥ വെല്ലുവിളി. സാധാരണ രീതിയിലുള്ള ദർശനത്തിന് നമുക്കൊരു പ്രശ്നം തോന്നുന്നില്ല. താങ്ക് യു സാർ.